അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്റെ ചോദ്യം ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമോ എന്നതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യത്തിന് മറുപടി നൽകി പോയിരിക്കുകയാണ്. സംശയമറ്റ രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. ഷൈത്താന്, പിശാച്ച് ആദമിൻ്റെ സന്തതികളുടെ ചോര എവിടെ ചലിക്കുന്നു അവിടെയെല്ലാം ചലിക്കുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അപ്പോൾ പിശാച്ച് നമ്മുടെ ചോര ചലിക്കുന്ന സ്ഥലത്തെല്ലാം ചലിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി പറയുന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പിശാച്ചിനെ കുറിച്ച് പറയുകയാണ്, കാന മിനൽ ജിന്നി, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളാണ്. ചില മുഅർരിഖീങ്ങളുടെ റിപ്പോർട്ടിൽ കാണാം ജിന്നിൻ്റെ വാപ്പ തന്നെയാണ് ആര്, പിശാച്ച് എന്ന്. അപ്പോൾ ജിന്ന് വർഗത്തിനെ കുറിച്ചുള്ള വിധിയാണ് ഈ പറഞ്ഞത് എന്ന് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ജിന്ന് വർഗത്തിന് മനുഷ്യൻ്റെ ശരീരത്തിൽ ചോര എവിടെ ചലിക്കുന്നു അവിടെയൊക്കെ ചലിക്കാനുള്ള കഴിവുണ്ട്. അതിനുള്ളതായ കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ സൃഷ്ടിച്ചത്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ജിന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ശൈലിയുണ്ട്. ജിന്നിൻ്റെ നേതാവാണ്, വാപ്പയാണ് പിശാച് എന്നൊക്കെ നാം സംസാരിച്ചല്ലോ. അപ്പോൾ ആ പിശാചിനെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതായ എല്ലാ മാർഗങ്ങളും ഖുർആൻ നമ്മൾ നൽകിയിട്ടുണ്ട്. പല ശൈലിയിൽ കൂടി പല തവണയായിട്ട് ഖുർആൻ മടക്കി പറഞ്ഞതാണ്. എത്രത്തോളം ഖുർആൻ്റെ സമാപനം കുറിക്കുന്നത് തന്നെ പിശാചിൻ്റെ ശല്യത്തിൽ നിന്നിട്ട് രക്ഷ തേടാനുള്ളതായ സൂറത്താണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന സൂറത്ത്. അതുകൊണ്ട് പൈശാചിക ശല്യം നമ്മളെ ദ്രോഹിക്കും എന്നത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ആ ശല്യത്തെ തൊട്ട് മോചിക്കാനുള്ള മാർഗവും ഖുർആനും സുന്നത്തും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും. റസൂൽ പറഞ്ഞതുപോലെ നാം അവദാത്തുകളും അതുപോലെയുള്ളതായ പൈശാചിക ശല്യത്തിൽ നിന്നിട്ട് മോചിക്കാനുള്ളതായ രൂപങ്ങളും നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാൽ തീർച്ചയായിട്ടും നമുക്കൊരു കോട്ടവും തട്ടുന്നതല്ല. അവൻ എവിടെയും ചലിച്ചോട്ടെ, എവിടെയും കറങ്ങിക്കോട്ടെ, അതൊരു പ്രശ്നമേ അല്ല സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.